ഷിഹാബ്, എത്രത്തോളം വലിയ വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു ദൗത്യമാണ് ഇത്. നമുക്കറിയാവുന്നതാണ്, ഒരു ദുരന്ത മേഖലയിൽ നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തകർക്കടക്കം വലിയ വെല്ലുവിളി ഉണ്ടാകും. അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ അരുൺ എന്നൊരു യുവാവ് എത്ര നേരമാണ് ഒരു ചെളിയിൽ പുതഞ്ഞു പോയി നിന്നത്. അരുണാണ് എന്ന് പോലും തിരിച്ചറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. 10, 100, 150 മീറ്റർക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നൊരു സാഹചര്യമല്ല നമ്മുടെ ആരുടെയും മുന്നിൽ ഉണ്ടായിരുന്നത്. അത്രമേൽ വെല്ലുവിളി ഉണ്ടായിരുന്നു ഈ വയനാട് ദൗത്യത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. ഹലോ, എനിക്ക് കേൾക്കാം ശ്രീ ഷിഹാബ്. ഹലോ, ഇവിടെ സൗണ്ടിന് രാവിലെ മുതൽ മഴ കൊള്ളുന്നുണ്ട്, വലിയ പ്രയാസമുണ്ട്. അങ്ങേക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കാമെന്ന് കരുതുന്നുണ്ട്. രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. 2 മണി മുതൽ ഈ സമയം വരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിഭീകരമായ രീതിയിലുള്ള പ്രയാസങ്ങളാണ്. ഞങ്ങൾ പുത്തുമല ദുരന്തത്തെ കണ്ടവരാണ്. ഞങ്ങളുടെ നാട്ടിലാണ് പുത്തുമല ദുരന്തം വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്. അതിൻ്റെ എത്രയോ മടങ്ങ് ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇന്നലെ ഞങ്ങൾ കണ്ടത്. മേഡം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ രാവിലെ ഈ തെരച്ചിലിനിറങ്ങുമ്പോൾ പല മൃതദേഹങ്ങളും ഞങ്ങൾ കണ്ടെത്തുന്നത് വലിയ രീതിയിൽ തകർന്നു കിടക്കുന്ന രീതിയിലാണ്. തലയോട്ടി അടക്കം തകർന്നു പോയ രീതിയിൽ പല മൃതദേഹങ്ങളും ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അവിടെ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളെയൊക്കെ പുറത്തെത്തിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുമ്പോഴും മുണ്ടക്കയിൽ ആ മണ്ണിനടിയിൽ ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങളുടെ ഉറ്റവരായ ഒരുപാട് പേർ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത്. ഞങ്ങൾക്ക് ഇന്നലെ മുതൽ യാതൊരു നിലക്കും ബന്ധപ്പെടാൻ കഴിയാത്ത 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ആ നാട്ടിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. കാരണം ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല. അവിടെ പോയ ആളുകൾ, അവിടെ എത്തിപ്പെട്ട ആളുകൾ പറയുന്നത് അവിടെ ഒരു വീടിൻ്റെ അവശിഷ്ടം പോലും കാണാനില്ല എന്നുള്ള രീതിയിലാണ്. മുണ്ടക്കയിൽ അവശേഷിക്കുന്നത് ഒരു മദ്രസ കെട്ടിടം മാത്രമാണ്. അതിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വീടുകളും 50-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത് അവിടെ യാതൊരുവിധ അടയാളങ്ങളും ബാക്കി വെക്കാത്ത രീതിയിലാണ് പ്രകൃതി അത് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ അവിടുത്തെ മസ്ജിദ് അടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ അവിടെയാണ്. ഞങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ ഇനിയും ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ജീവനുണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാളുകളുമായിട്ടോ ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗവും അവർക്കുണ്ടാവില്ല. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും മുണ്ടക്കയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രയാസം. ഇപ്പോൾ ഞങ്ങളുള്ളത് മേപ്പാടിയിലെ ക്യാമ്പിലാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ, സ്വന്തം കുടുംബത്തിലെ അവരുടെ കൂടെയുള്ളവരെ മുഴുവൻ നഷ്ടപ്പെട്ട ആളുകളാണ് മേപ്പാടിയിലെ ക്യാമ്പിലുള്ളത്.